ഹോംവർക്ക് എഴുതി കഴിഞ്ഞു. എന്നാ പോയി കഴിച്ചിട്ട് കയറി കിടക്കാൻ നോക്ക്. കഴിക്കാനാ വന്നത്. ദേ അച്ഛനവിടെ ഉണ്ടാവും. അച്ഛനടുത്ത് പോയി ചോറ് എടുത്തു തരാൻ പറ. ഞങ്ങൾക്കിന്ന് അമ്മ ചോറ് വാരി തന്നാ മതി. അയ്യോ അതൊന്നും പറ്റില്ല. ദേ ഈ ഫയല് മുഴുവൻ അമ്മയ്ക്ക് നോക്കി ക്ലിയർ ആക്കി നാളെ കൊണ്ടുപോകാനുള്ളതാ. അതെ അച്ഛൻ്റെ അടുത്ത് വാരി തരാൻ പറ. ഞങ്ങൾക്ക് ഇന്ന് ചേച്ചമ്മ വാരി തന്നാ മതി ഭക്ഷണം. എന്നാലേ ഞങ്ങള് കഴിക്കൂ. പപ്പി ദേ നിർബന്ധം പിടിക്കല്ലേ. ചെന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. രണ്ടുപേരും എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചെല്ല്. ഇല്ല, ഞങ്ങള് സമ്മതിക്കില്ല. ഞങ്ങൾക്കിന്ന് അമ്മ തന്നെ വാരി തന്നാ മതി. അമ്മ തന്നെ വാരി തന്നാ മതി. ചേടാ ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ. എന്താ ഒന്നിങ്ങി വന്നേ. അതെ വരുന്നു. അപ്പമ്മ വാരി തരില്ല അല്ലേ? എന്താ പ്രശ്നം എന്താ? വിഷ്ണുവേട്ടാ ദേ ഇവര് വെറുതെ ആവശ്യമില്ലാതെ നിർബന്ധം പിടിക്കാം. ചോറ് ഞാൻ തന്നെ വാരി കൊടുക്കണോന്നു. ഇത് കണ്ടോ, ഇത് മുഴുവൻ നോക്കാതെ എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. അതാ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. അപ്പോഴതേ ഇവര് ചോറ് വാരി കൊടുക്കാൻ പറയുന്നു. വിഷ്ണുയുടെ രണ്ടുപേരെയും കൊണ്ടുപോയി ചോറ് വാരി കൊടുക്കുക, അല്ലെങ്കിൽ കിടത്താൻ നോക്കുക, എന്തെങ്കിലും ചെയ്യും. ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം ആരോട് അമ്മ പറയാ? എന്റെ അമ്മ അടുത്തില്ലാത്തോണ്ടല്ലേ ഞാൻ ചേച്ചിയമ്മ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ശാലിനി പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് മതി, ബാക്കി ഫയൽ നോക്കല്. വിഷ്ണുട്ട ഇതൊക്കെ നാളെ സബ്മിറ്റ് ചെയ്യേണ്ടതാ. ഇത് സബ്മിറ്റ് ചെയ്യേണ്ടെന്നാണോ വിഷ്ണുട്ടൻ പറയുന്നത്? കുട്ടികളുടെ കാര്യം നോക്കിയിട്ട് മതി ജോലി കാര്യങ്ങളൊക്കെ. അതെ ജോലി ഉത്തരവാദിത്തമൊക്കെ അവിടെ. ഇത് വീടാ. ഇവിടെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായ? അത് ചെയ്ത് കാണിക്കും. നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞ ആദ്യം വീട് നന്നാക്കുക, എന്നിട്ട് നാട് നന്നാക്കണം. എങ്ങനെയാണ് മക്കളെ? ഞാൻ വിഷ്ണുട്ടന്റെ മേലുദ്യോഗസ്ഥയാണെന്ന കാര്യം വിഷ്ണുട്ടൻ മറക്കരുത്. അയ്യേ മേലുദ്യോഗസ്ഥയെ അതൊക്കെ അവിടെ. ഇവിടെ ഞങ്ങളാ രാജാക്കന്മാര്, മനസ്സിലായ? ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചേക്കണം കേട്ടാ. അതായത് ഈ വീട്ടില് ഞങ്ങൾ പറയുന്ന കേട്ട് പഞ്ചപുച്ഛം അടക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടവളാ, മനസ്സിലായ? അതായത് അമ്മ കൈയെടുക്കണം. ശബ്ദം പോലെ ഉയർത്താനേ ഞങ്ങളുടെ 3 പേര് അനുവാദം വേണം.